ഞാൻ അവസാനമായപ്പോൾ അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കാണ്ടായല്ലേ. ശോ, അതൊക്കെ ഞാൻ ഈ അനുഭവിക്കണേന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, അതൊക്കെ ഒരു സാധാരണ വീട്ടിലുള്ളതല്ലേ, ഭക്ഷണം കഴിക്കണേനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. അല്ലാതൊക്കെ സാധാരണ വീടുകളിലുള്ളതല്ലേ, മോനൊന്നും നമ്മോട് ചെയ്തിട്ടില്ല. അവൾ എന്താ ഇങ്ങനെ ഭക്ഷണം എല്ലാരും പറയണ്ട അവള് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നില്ല, അത് കഴിക്കാൻ തോന്നാഞ്ഞിട്ടാണ്, അവൾക്ക് വിശപ്പില്ലേ എന്തോ. ഒന്നാമത്തെ എണീറ്റ് വരുമ്പോൾ ലേറ്റ് ആവും. 12 മണി, ആദ്യമൊക്കെ 12 മണി, പിന്നെ ഇപ്പോൾ 2 മണി 3 മണിയൊക്കെ ആയിച്ചൊന്ന് ഞാൻ ചെന്ന് വിളിച്ചാൽ ഒച്ചയെടുക്കും. അവളുടെ സ്വഭാവം അറിയാലോ, അറിയാം. കുറച്ചൊക്കെ ഒരു ഇത്. അപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കൊച്ചിനെ കയറ്റി, കൊച്ചിനെ ഭയങ്കര ഇഷ്ടം, കൊച്ചു അവളെ പോലെ തന്നെ ഇരിക്കണേ. അപ്പോൾ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് കൊച്ച് വാതിലെ കിടന്ന് ഇടിക്കും. ഇടിക്കുമ്പോൾ അവൾ എണീറ്റ് കൊച്ചിനെ എടുത്തുകൊണ്ടങ്ങ് പോകും. അന്നേരം പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നത് ഒത്തിരി പ്രശ്നമായി. ഹോസ്പിറ്റലിൽ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവർ മോളും വരുമ്പോഴും കൂടി എന്താ വേണ്ടേ നിനക്ക്, സാൻഡ്വിച്ചോണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഉണ്ടാക്കി, അവൾ കഞ്ഞിയും പയറും വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ റൂമിൽ വെച്ചേക്കുള്ളൂ, റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂല, അത് കഴിച്ചിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അങ്കിള് പറഞ്ഞാലും അവള് കേൾക്കില്ലായിരുന്നോ? ഭക്ഷണം കഴിക്കാൻ ഫുഡിന്റെ പോലും കാര്യത്തിൽ ആര് ആരും പറഞ്ഞാൽ പറഞ്ഞാലും കേൾക്കില്ല. ആരും കേൾക്കൂല. അപ്പം എന്തെങ്കിലും വിഷമം ഉള്ളിലുണ്ടായിരുന്നായിരിക്കും, വേറെ വിഷമമല്ല, ഭക്ഷണം കഴിക്കാൻ മേലാത്ത എന്തെങ്കിലും ഒരു. എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. കൊറോണ വന്നേ പിന്നെയാണ് ഇങ്ങനെ ആയത്. കൊറോണ വന്നവർക്കൊക്കെ ഇങ്ങനെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായിരുന്നല്ല, അതിൻ്റെയാണ്. അന്നേരം അവർ പറഞ്ഞു അറ്റാക്കാണ് എന്ന് പറഞ്ഞു. അത് ഇത് തന്നെയായിരുന്നു. അവർ അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാണ്ടിരുന്നത്. നമ്മളെല്ലാവരും നമുക്കും ജീവിക്കണം അല്ലെ, ദൈവം നമ്മളെ വിളിക്കുന്നോടം വരെ നമ്മളെല്ലാവരും, നമ്മളിപ്പം മകള് മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്കിനി അങ്ങോട്ട് എത്ര ദിവസമാണോ നമ്മൾ അത് ജീവിച്ചേ പറ്റൂ. ഇപ്പോൾ ഇത് 1.5 കൊല്ലമായി, ആണ്ടിക്ക് അതിൽ നിന്നും ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എല്ലാം പറഞ്ഞു. പക്ഷെ കൂടെ എപ്പോഴും ഉള്ളത് രാജു അങ്കിളാണ്, എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അദ്ദേഹം സ്വന്തം മോളെ പോലെയാണ് സുബീനെ കണ്ടതും കൊണ്ടു നടന്നതും. എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിലും സ്ഥലങ്ങളിലും എല്ലാം അല്ലേ. എല്ലായിടത്തും. പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ കൊണ്ടുപോകുന്നത് പുള്ളിയാണ്. പുള്ളി വണ്ടി ഓടിച്ച് കൊണ്ടുപോകും, ഇങ്ങനെ തിരിച്ചു വരും. കൊറോണ കഴിഞ്ഞ പിന്നെ ഫ്ലൈറ്റ് ഇല്ലാണ്ടായല്ല, അത് കഴിഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഇപ്പം ആന്റി കണ്ടോന്നറിയില്ല, സുബി നേരത്തെ റിമി ടോമിയുടെ ഒരു ഇന്റർവ്യൂല് പ്രോഗ്രാമിൽ സുബി പോയിരുന്നു. അന്ന് അവർ തമ്മിൽ എന്തോ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ അന്ന് സുബി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാലും പിന്നീട് ഞാൻ മരിച്ചാലും എൻ്റെ വീട്ടുകാര് നല്ല രീതിയിൽ ജീവിക്കണം, അതിനുള്ളതെല്ലാം ഞാൻ ചെയ്യും, അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ എനിക്കതാണ്, ഞാനില്ലാത്തപ്പോഴും അവർ സന്തോഷത്തോടെ ഇരിക്കണം, അവർ നല്ല രീതിയിൽ ജീവിക്കണം. അതാണ്ട് കേട്ടോ, ആ ഇന്റർവ്യൂ കണ്ടോ? എനിക്കറിയാം. പക്ഷെ പുള്ളിക്കാരത്തി അത് വിചാരിച്ച എന്താന്ന് വെച്ചാൽ, ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞാണ് അവർ തുടങ്ങിയത്. അപ്പൊ റിമി പറഞ്ഞു, ഞാൻ ചത്തു കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് 27.5 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം ഉണ്ടായി. ഈ പാൻക്രിയാസിൽ കല്ലുണ്ടെന്നും കരളിന് അസുഖം വന്നെന്നും പറഞ്ഞത് തന്നില്ല നമുക്ക്. സ്റ്റാറിൻ്റെ ആയിരുന്നു. ഇനിയിപ്പോൾ അത് പറയാമെന്നറിയില്ല, പേര് പറയാമെന്നറിയില്ല. അവർ നമുക്ക് പൈസ തന്നില്ല. എന്നാലും പക്ഷേ അവൾക്ക് ആ കുട്ടിപ്പട്ടാളം വന്നേ പിന്നെയാണ് ഒന്ന് പണ്ടത്തെ ഇതറിയാലോ, പോയാൽ എന്താ നമുക്ക് കിട്ടണതൊക്കെ. അത് ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പോലും മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ അനാഥരായി ഒന്നുമില്ലാതെ വെക്കും. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനും ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിൽ നിന്നുള്ള വീതവും വിറ്റുകൊണ്ട് വന്ന് അന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായതൊക്കെ വിറ്റ് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് എനിക്ക് ചികിത്സിക്കാൻ പറ്റിയത്. അല്ലാണ്ട് സുബിയുടെ കയ്യിൽ ഇത്രയും ഞങ്ങൾക്ക് 57,500 രൂപ വീടിന് ലോൺ അടയ്ക്കണമായിരുന്നു, കാറിന് ലോൺ അടയ്ക്കണമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയിലാണ് സുബിക്ക് ഇത്ര ലക്ഷങ്ങൾ അങ്ങ് അവിടെ ആയത്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒന്നും കിട്ടിയില്ല. അത് കിട്ടുന്നതാണ്. ഞാനും മാനേജ്മെൻറ്റുമായിട്ട് അവിടെ ഇത്തിരി പ്രശ്നമുണ്ട്. അവർ അത് സീൽ ചെയ്ത് തരണം. അപ്പോൾ ടിനി ടോമും ഞാനും പുള്ളിയും കൂടെയാണ് അവിടുത്തെ മാനേജരെ കണ്ടത്. അപ്പോൾ അവർ ടിനി ടോം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പൈസ മേടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ 2.5 ലക്ഷം രൂപ കുറച്ച് തന്നേക്കാന്ന് പറഞ്ഞു. ലക്ഷങ്ങൾ കെട്ടി കുറച്ച് തന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ പേപ്പർ, നമുക്കത് കേസ് കൊടുത്താൽ കിട്ടിയാനേ. ഇപ്പോൾ കോടതി അങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരുടെയും പൈസ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേസ് കൊടുത്താൽ ാനായിട്ട് ചെന്നപ്പോൾ അവർ പേപ്പർ സൈൻ ചെയ്ത് തന്നില്ല. അപ്പോൾ പറഞ്ഞു 2.5 ലക്ഷം രൂപ കുറച്ച് തന്നതിന് ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത് കിട്ടിയതുമില്ലെങ്കിൽ വലിയ പ്രശ്നമാവില്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളും ഒക്കെ വന്നു. ഈ ലോൺ അടയ്ക്കാൻ കിടക്കണു, അതും പ്രൈവറ്റ് ബാങ്കിൻ്റെ ഇതടയ്ക്കാൻ കിടക്കണു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 2 വീട് പണിതിട്ടിട്ടുണ്ടായി, ഇത്തിരി സ്ഥലം കിടപ്പുണ്ടായി.
ഇതെല്ലാം അങ്ങോട്ട് കൊടുത്തു. ഒരു വീട് മോനിന് കൊടുത്തു. അപ്പം അത് നേരത്തെ കൊടുത്ത. മറ്റേ വീടൊക്കെ നമ്മൾ ഒത്തിരി നഷ്ടത്തിന്, അതായത് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് നല്ല വില പറഞ്ഞ വീടുകളൊക്കെ ഒത്തിരി നഷ്ടത്തിന് നമ്മൾ കൊടുത്തു. ഈ 5 സെൻറ്റ് സ്ഥലം 8 ലക്ഷം രൂപ പറഞ്ഞത് 5,60 കൊടുത്തു. 5,60 കൊടുത്ത് കടങ്ങളെല്ലാം വീട്ടി, വീടിൻ്റെ കടങ്ങൾ വീട്ടി, മോൻ്റെ എൻ്റെയും കാറിൻ്റെ കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമായിട്ട് കിടക്കാം ഇപ്പം. എന്ന് വെച്ചാൽ കടമില്ല. അവര് രാഹുലുമായിട്ട് എല്ലാം സെറ്റായി, ഇനി അങ്ങനെ ഒരു ജീവിതം തുടങ്ങാം, അങ്ങനെ ഒരു ഇതും ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു എന്നോട് സപ്പോർട്ട് എന്നോട് കൂടെ പറയും ഉണ്ടായിട്ടേ. ഗോൾഡൊന്നും മേടിക്കരുതമ്മ, ഞാൻ ഇടില്ല. ഗോൾഡൊന്നും അല്ലെങ്കിലേ മേടിച്ചിട്ടുണ്ടോന്ന് അവള് സമ്മതിക്കൂല. അങ്ങനെയാണ്. ഞാനൊരു കുഞ്ഞുമാലയല്ലേ ഇടുള്ളൂ എന്ന് പറയും. അപ്പൊ ഇവൻ രാഹുൽ എന്നോട് പറയും, ഇതൊക്കെ കുഞ്ഞു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് രാഹുലിനും, ഒക്കെ കൊച്ചിന് കൊടുത്തേര്, എനിക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. എന്ന് രാഹുലും പറയും. അങ്ങനെ അല്ലെങ്കിലും ഞാൻ അപ്പം അവനോട് പറയും, അല്ലെങ്കിലും നീ എൻ്റെ ചിലവ് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട, നീ പണിയെടുത്ത് എനിക്ക് തന്നോളണം, ഞാനിനി പോകില്ല. അങ്ങനെ അവനോടും പറയും. തമാശയാണ്, എന്നാലും അങ്ങനെ പറയും. പക്ഷെ അല്ലാതെ അങ്ങനെ അങ്ങനെ മരിച്ചു പോകുന്നൊരു ചിന്താഗതി ഉണ്ടായില്ല. ഉണ്ടായെങ്കിൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യൂലല്ലോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇവർക്ക് വേറൊരു വീട്ടിൽ പോയി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ, അവൻ അവിടെ കുറച്ചെടുത്താണ് എൻ്റെ വീട്, നിങ്ങൾ ഇവിടെ തന്നെ. അവനും പറഞ്ഞു, ഇവളെൻ്റെ വീട്ടിലൊന്നും വന്ന് താമസിക്കാൻ പോണില്ല, ഇവിടെ താമസിച്ചോട്ടെ, അവിടെ നമുക്ക് ആവശ്യത്തിന് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ താമസിച്ചാൽ മതി, മോനാണെങ്കിലും വേറെ വീട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ അന്നൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ എന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു. അമ്മ എന്തിനാണ് ഈ കാലത്ത് പോലെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എണീറ്റ് വരും. അപ്പോൾ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഫോൺ ചെയ്യും, ഇന്ന് എവിടെയാ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് അമ്മ ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടണേ എന്ന് ചോദിക്കും എപ്പോഴും. പക്ഷേ ഞാൻ അന്ന് ഓടിയില്ലായിരുന്നു, എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ചികിത്സിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സംതൃപ്തിയുണ്ട്, എനിക്ക് നോക്കാവുന്നതിൻ്റെ പരമാവധി നോക്കി എന്നുള്ളത്. പിന്നെ കൊറോണ വന്ന് കുറേ കൊല്ലങ്ങൾ, 1-2 കൊല്ലത്തോളം വെറുതെ ഇരുന്നില്ലേ. അപ്പോഴും നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. അന്നൊക്കെ അത് നമ്മുടെ കയ്യിൽ അന്ന് നമ്മളും കൂടി ജോലി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടായി, അതൊക്കെ അടച്ചു പോകാനൊക്കെ പറ്റി. അപ്പം ആകെ ഒരു ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് നോക്കണം. കാരണം ജീവിതത്തിൽ ആകെ ഒരു ആശ്വാസമുള്ളത് കടമില്ല എന്നുള്ളതാണ്. കടങ്ങളൊക്കെ തീർന്നു എന്നുള്ളത്. എന്നിട്ട് അവിടെ കിടന്നിട്ടും പുള്ളിക്കാരത്തിൻ്റെ ചിന്ത ഇതൊക്കെയായിരുന്നു, അമ്മ എങ്ങനെ ലോൺ അടയ്ക്കും. ഇപ്പോൾ 2 കൊല്ലമായി നമ്മൾ അടച്ചു തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞാണ് ഒരു പ്രോഗ്രാം വന്നിട്ട് അതിൻ്റെ അപ്പോൾ ലോണൊക്കെ അടച്ചു പോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ കൊണ്ട് നടക്കുക. ആ 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ അവൾക്കൊരു നല്ല ഷോ കിട്ടി, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ലോണൊക്കെ അടച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വരാൻ പോണത്, ഞാനിന്നാൾ ഹോസ്പിറ്റലുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ട് കമൻറ്റ് വന്നത്, തള്ളയ്ക്ക് ഇപ്പോഴും കാശ് മാത്രം മതി ആരാണ്ട് എഴുതി, ഒരാൾ കേട്ടോ, അല്ലാണ്ട് വേറെ ആരും അങ്ങനെ ഒരു കമൻ്റൊന്നും പറഞ്ഞില്ല. നമ്മൾ അവരുടെ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്കറിയാലോ എന്തായിരുന്നു സത്യം, എന്താ നടക്കണേ, നമുക്ക് എല്ലാവരും അല്ല, ഇനി എത്ര പറ്റില്ലല്ലോ ആൻറ്റി. വീട് ഞാൻ പറഞ്ഞത് നീ പേടിക്കണ്ട. അപ്പോൾ ഇനി മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് നല്ല പൈസയാവും, കുറേ പൈസയാവും. അപ്പോൾ 25 ലക്ഷത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കെട്ടണം അതിന്. അപ്പോൾ അമ്മ ഇത് മാറ്റി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അമ്മ ചെയ്യൂ ഇത്? ഞാൻ പറയും, ഇത്രയും കാലം വാടകയ്ക്ക് താമസിച്ചു, ഇനി നീയും ഉണ്ട്, ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്, നമുക്കെല്ലാവർക്കും കൂടി ഇനിയും ശ്രമിക്കാം. ഈ വീടങ്ങ് വിറ്റ് കളഞ്ഞാൽ പോരെ, ഇത് പ്രശ്നം തീർന്നില്ല. ഇത് 8 വർഷം ലോൺ അടച്ച് 2 വർഷവും കൂടെ ലോൺ ഉണ്ടായുള്ളൂ. അത് വിൽക്കാൻ നീ പേടിക്കേണ്ട, നീ കാശിനെ കുറിച്ചൊന്നും ഇവിടെ കിടന്ന് ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറയും. അവൾക്ക് അതൊക്കെയായിരുന്നു ചിന്താഗതി. അവൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ടെൻഷനായിരുന്നു അല്ലേ സുബിക്ക്? എപ്പോഴും അത് ഇങ്ങനെ വല്ലാണ്ട് സുബിനെ എത്രത്തോളം സ്നേഹം സൈഡിൽ നിന്ന് കിട്ടിയാലും നിങ്ങളൊന്നും സെക്യൂർഡ് അല്ലല്ലോ, നമ്മൾ സെക്യൂർഡ് അല്ലല്ലോ, നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇങ്ങനത്തെ ഒരു വറി എപ്പോഴും. അത് ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായതാ. ഞാനിങ്ങനെ ചെറുപ്പം മുതലേ ഇതുങ്ങളൊക്കെ പഠിക്കുമ്പോൾ മുതലേ ഞാനിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ. അങ്ങനെ ചെന്ന് പൈസയൊക്കെ ഉണ്ടാക്കി നമുക്കൊരു വീടൊക്കെ വെച്ച് നല്ല രീതിയിലായതായിരുന്നു. പിന്നെ പുള്ളി അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളല്ല. പുള്ളിയുടെ ഒരു റൂട്ടിൽ അങ്ങോട്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ ആ വീടൊക്കെ വിറ്റ് കളയേണ്ടി വന്നു. പുള്ളിയുടെ തന്നെ കടം കയറ്റി വയ്ക്കും, കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അന്നൊക്കെ വീട് വെച്ചു. അപ്പോൾ പിന്നെ എത്രയോ വർഷങ്ങളാണ് വാടകയ്ക്ക് താമസിച്ചത്. ഒരു വീടുണ്ടായപ്പോൾ തന്നെ അവൾക്ക് ആശ്വാസം. അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, ഇനി 2 വർഷം അടച്ചാൽ പോരെ, അത് വേണമെങ്കിൽ ആ വീടങ്ങ് വിറ്റേച്ച് അടച്ചു തീർത്തോളാം, നീ പേടിക്കൊന്നും വേണ്ട എന്ന് വേറെ ഒരു വീട് കിടക്കുന്നത്.
അങ്ങനെ അടച്ചു തീർത്തോളാം, നീ എന്തിനാ പേടിക്കണേ? നീ കാശിനെ കുറിച്ചല്ല ഇവിടെ കിടന്ന് ചിന്തിക്കണേ, നീ മനസ്സിന് ബലം കൊടുക്കുക. ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ പ്രോഗ്രാം ചെയ്യും ഞാൻ ഇനി, അങ്ങനെ അങ്ങനെ ചിന്തിക്കണം. ഇതിനിടയിലുള്ളതാണ് വേറൊന്നെന്ന് പറയുന്ന മണിച്ചേട്ടന്റെ ഒന്നാണ്. നമ്മളുമായിട്ട് വളരെയധികം അടുപ്പമുള്ളതാണ്. സുബിയായിട്ടും മണിച്ചേട്ടന് ഭയങ്കര അടുപ്പാണ്. അപ്പം അതിന്റെ തലേ ഓണത്തിന് സുബിയാണ് പോയി ഇന്റർവ്യൂ ചെയ്തത് പാടിയിൽ വെച്ചിട്ട്. ആ പിന്നെ അതാണ് ലാസ്റ്റ് സുബി മണിയായിട്ട് ചെയ്തത്. മാത്രല്ല മണിച്ചേട്ടനായിട്ട് എനിക്കും നന്നായിട്ട് പരിചയമുണ്ട്. അപ്പൊ മണിച്ചേട്ടനും നമ്മളുടെ ഇടയിൽ ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ മണിച്ചേട്ടനൊക്കെ എപ്പോഴും ഇവളുടെ കല്യാണം, നമ്മളെല്ലാരും അതെ, സുബിയെ കല്യാണം കഴിച്ച് കാണണം എന്ന് ഭയങ്കരമായിട്ടും മണിച്ചേട്ടനും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ജനുവരി 1 പുള്ളിയുടെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ 31 എന്താണെങ്കിലും എവിടെയെങ്കിലും നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം ജനുവരി 1 പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ചാലക്കുടി തന്നെ ക്ലബിൻ്റെ പ്രോഗ്രാമായിരുന്നു. അതും കഴിഞ്ഞ് നേരെ അവിടെ തന്നെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം ബർത്ത്ഡേയും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ മണി, നാദിർഷ, ദിലീപ്, ഭാവന, ഇവർ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയി അമേരിക്ക. ഒരു ട്രിപ്പ് പോയിട്ട് അവിടെ വച്ച് സുബി സ്കിറ്റ് ചെയ്തേച്ച് ഇറങ്ങിയിട്ട് ഓടി എല്ലാം അടുക്കി വെച്ചിട്ട് പോകും. സാരി തന്നെ കുത്തിയൊക്കെ വെച്ചിട്ട് വേണം. അടുത്തത് ഡാൻസിന് കയറും. അപ്പോൾ ഡാൻസിന് ദേവിചന്ദനെയും പാരീസ് ലക്ഷ്മിയും ഇവർ 3 പേരും കൂടെയാണ് ഡാൻസ് കളിച്ചത്. അപ്പം ഇങ്ങനെ ഡ്രസ്സ് അതല്ല, അതാ ട്രിപ്പല്ല, പിന്നത്തെ ഒരു ട്രിപ്പാണ്. ഇങ്ങനെ 8 എൻട്രി ഇട്ടുണ്ട് സുബിക്ക്. അപ്പോൾ സുബി ഒരു ഡൈവൊക്കെ ചെയ്യണ ശ്രീറാം എന്ന് പറഞ്ഞ തമിഴിലുള്ള ഒരു ആളാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വായുവിൽ കറക്കിയാണ്, നിലത്ത് നിന്നല്ല അതിൻ്റെ ഡാൻസ്. അത് കണ്ടപ്പോൾ ദിലീപിനും നാദർഷിക്കൊക്കെ പേടിയായി. എല്ലാം ഒന്ന് പറ്റിപ്പോയാൽ പിന്നെ ബാക്കിയുള്ളതിലൊക്കെ സുബിയുണ്ടേ. അപ്പോൾ ഇവളുടെ ഈ ആ സ്റ്റേജിനുള്ള ഡെഡിക്കേഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും മണി ഒരു ദിവസം രാത്രി എന്നെ വിളിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സ്റ്റേജിനോട് ഇത്ര ഡെഡിക്കേഷനോട് ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവൾ അത്ര ആത്മാർത്ഥമായിട്ട് നിന്നു ഞങ്ങളുടെ കൂടെ. അതുകൊണ്ട് അവളുടെ കല്യാണത്തിന് അതാണ് ഈ 10 പവൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ നായരൊക്കെ പറയുന്നത്. 10 പവൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും എന്നോട് പറഞ്ഞു, ഇവളെ വേഗം കല്യാണം കഴിപ്പിക്കണം, ഇവക്ക് 10 പവൻ തരുമെന്ന് ഞാൻ അന്ന് കള്ളു കുടിച്ചിട്ട് പറഞ്ഞൊന്നും അല്ല, ഞാൻ തന്നിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ആദ്യം കിഡ്നിയെ ബാധിച്ചു, ഡയാലിസിസ് ചെയ്തു, പിന്നെ വെന്റിലേറ്ററിലാക്കി. അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറയുന്നത്. അതിനെല്ലാം നമ്മൾ റെഡിയാക്കി, എല്ലാവരും സഹായിച്ചു. പക്ഷെ അവൾക്ക് യോഗമുണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത്. മരിക്കുന്നതിനും 2 ദിവസം മുൻപേ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ചുവരവിന്റെ പ്രതീക്ഷയോടെയാണല്ലോ പോകുന്നത്. എന്നാൽ ഞാൻ അവസാനമായി അവളെ കണ്ടപ്പോൾ അന്നത്തെ സുബി, അവൾക്ക് എന്തോ ഒരു ബോധ്യം പോലെ എന്നെ കണ്ടപ്പോൾ അവൾ ഒന്ന് തൊഴുതു. എന്നെ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല സുബി ചെയ്യുക, എല്ലാവരും പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും സുബിക്കൊരു ബോധ്യം ഉണ്ടായിരുന്ന പോലെ. എന്റെ മനസ്സിലുള്ള ആളല്ല സുബിയെന്ന് എനിക്ക് തോന്നിപ്പോയെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. ചെറുക്കൻ പെണ്ണായിരുന്നു ഞങ്ങൾ അവൾക്കെന്നാണ് ജാഫർ ഇടുക്കി പറഞ്ഞത്. സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലും എല്ലാം അവൾ അങ്ങനെയായിരുന്നു. താൻ നിവിൻ പോളിയുടെ ഒപ്പമുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ദുബായിലുള്ളപ്പോഴാണ് സുബി സുരേഷിന്റെ മരണം അറിയുന്നത്. താൻ പെട്ടെന്ന് കരഞ്ഞു പോയെന്നാണ് ജാഫർ ഇടുക്കി സുബിയെ കുറിച്ച് പറഞ്ഞത്.